ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്ഷൻ 4.5 ഡയമെൻഷനിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില തിയറംസാണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഭൂരിഭാഗം തിയറത്തിൻ്റെയും പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് തിയറംസിൻ്റെ പ്രൂഫ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നേരത്തെ നമ്മളൊന്ന് കണ്ടതാണ്, ഒരു തിയറവും പ്രൂഫ് നമ്മൾ കണ്ടതാണ്. എനി ടു ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതുപോലെ ഒന്നോ രണ്ടോ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്കുണ്ട്, ബാക്കി പ്രൂഫില്ല. പ്രൂഫില്ലാത്ത ഒരു തിയറമാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഇനിയുള്ള ഹെഡിങ് സം ഫണ്ടമെൻ്റൽ തിയറംസ് ആണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്ലസ് മൈനസ് തിയറമാണ്. പ്ലസ് മൈനസ് തിയറം ഇത് പലതവണ എക്സാമിന് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കേണ്ട ആവശ്യമാണ്. ഈ തിയറത്തിൽ എന്താണ് വരുന്നതെന്നുള്ളത് പറയാം ഞാൻ. നമ്മൾ എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എപ്പോഴാണ് ഒരു സെറ്റ് പറയാറ്? രണ്ട് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? എ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നോ വെക്റ്റർ. എ സെറ്റ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് നോ വെക്റ്റർ ഇൻ എസ് can be expressed as a linear combination of elements of S എന്നാണ് നമ്മൾ പഠിച്ച ഡെഫിനേഷൻ അല്ലേ. എസിലെ എലമെൻസിനെ ഒന്നും മറ്റ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേറ്റ് എഴുതാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, ഇവിടെ പ്ലസ് മൈനസാ. ആദ്യം പ്ലസിനെ കുറിച്ച് പറയാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് എടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നിങ്ങൾ എസിലെ ഒരു എലമെൻറ്റിനെയും ആ സെറ്റിലെ മറ്റ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പുതിയൊരു വെക്റ്റർ എടുക്കുക, വി. And that V cannot be expressed as a linear combination of elements of S. ഈ എസിന് പുറത്തുള്ള ഒരു വെക്ടറിനെ കൺസിഡർ ചെയ്യാം. എനിക്ക് ഉറപ്പുണ്ട് that vector V is not a linear combination of elements of S. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെയുള്ള എസിലേക്ക് ഞാൻ വിനെ കൂടെ ആഡ് ചെയ്യാം, പ്ലസ് ചെയ്യാം, വിനെ കൂടെ ചേർത്തു. അപ്പോൾ നമുക്ക് എസ് യൂണിയൻ ബി അല്ലേ കിട്ടുക. ഓൾറെഡി എസ് എന്തായിരുന്നു? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയൊരു വെക്ടർ വി ചേർത്തുണ്ട്. ആ വിനെ കുറിച്ച് പറഞ്ഞ കണ്ടീഷൻ എന്താ? V is not a linear combination of elements of S എന്നാ. ഇപ്പോൾ എസ് അതിലേക്ക് ചേർന്ന് വിയുടെ ചേർന്നുണ്ട്, എസ് യൂണിയൻ ബി കിട്ടിയിട്ടുണ്ട്. then clearly that S union V will be linearly independent. ഇതാണ് പ്ലസ് തിയറം. നോക്കൂ, if S is a linearly independent set and V is a vector in V that is not a linear combination of elements of S, then S union V, S like V ചേർത്തു, then S union V is also linearly independent. S union V യും linearly independent ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, കാര്യം വളരെ ക്ലിയർ ആണ്. പ്രൂഫ് നമുക്ക് ഏകദേശം അത് നമ്മൾ അംഗീകരിക്കും അല്ലേ, പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. ഇനി മൈനസ് നോക്കാം. മൈനസ് തിയറം. മൈനസ് തിയറം പറയുന്നത് സ്പാനിങ് സെറ്റിനെ കുറിച്ചാണ്. എസ് എന്നുള്ളൊരു സെറ്റ് എടുക്കുക, അതിൻ്റെ സ്പാൻ കൺസിഡർ ചെയ്യുക. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. ഇല്ല, എസ് എന്നുള്ളൊരു സെറ്റ് എടുക്കുക, അതിൻ്റെ സ്പാൻ എടുക്കുക, സ്പാൻ ഓഫ് എസ് എടുക്കുക. സ്പാൻ ഓഫ് എസ് എങ്ങനെയാണ് ഉണ്ടാവുക? സ്പാൻ ഓഫ് എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് എസ് ആണ് അല്ലേ. സ്പാൻ ഓഫ് എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് എസ് ആണ്. അപ്പോൾ സ്പാൻ ഓഫ് എസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പക്ഷേ എസ് നേരത്തെ കൺസിഡർ ചെയ്യില്ലേ, ആ എസ്സില് ഒരു വെക്ടറിനെ മറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് കരുതിക്കോ. ആ എസ്സിനകത്തുള്ള ഒരു വെക്ടറിനെ മറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എസ് നിന്ന് വിനെ കളയുക, സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക, എസ് മൈനസ് ബി കാണുക. ആ എസ് മൈനസ് ബിയുടെ സ്പാനും എസിന്റെ സ്പാനും ഈക്വൽ ആയിരിക്കും. അത് ക്ലിയർ അല്ലേ? സ്പാനിൽ ലീനിയർ കോമ്പിനേഷൻ അല്ലേ ഉണ്ടാവുക, എസിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ സ്പാനസിൽ ഉണ്ടാവുക. പക്ഷെ എസിലുള്ള ഒരു വ്യക്തി വിയെ നമുക്ക് മറ്റാൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം. അപ്പൊ ഇനി ആരാവശ്യമില്ല, വിനെ ഒഴിവാക്കാം, എസ് മൈനസ് ബി കൺസിഡർ ചെയ്യാം. സോ സ്പാൻ ഓഫ് എസ് മൈനസ് ബി വിൽ ബി ഈക്വൽ ടു സ്പാൻ ഓഫ് എസ്. അതാണ് അടുത്ത തിയറം. നോക്കാം. ഇഫ് വി ഇസ് എ വെക്ടർ ഇൻ എസ്, എസിലെ വെക്ടർ ദാറ്റ് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ് ഇൻ എസ്. ഈ വിയെ നമുക്ക് എസിലെ മറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ കഴിയും. ദെൻ സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് മൈനസ് ബി. ഓക്കെ അല്ലേ? ഇതാണ് തിയറം.
ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പകരം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് വി ഇസ് എ വെക്ടർ ഇൻ എസ് that belongs to span of S എന്നാ. V is a vector in S that is belongs to span of S. Span of S എങ്ങനെയാണ്? S ലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷനാ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് മൈനസ് തിയറം. അപ്പോൾ നിങ്ങൾ ഈ തിയറത്തിന്റെ പ്ലസ് മൈനസ് തിയറത്തിന്റെ രണ്ട് തിയറം സെപ്പറേറ്റ് അല്ല, പ്ലസ് മൈനസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു ആപ്ലിക്കേഷനോടെ നമ്മുടെ പ്ലസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷനോടെ ഷോ ദാറ്റ് P1 is equal to 1 minus x square, P2 is equal to 2 minus x square and P3 is equal to x cube are linearly independent എന്ന് കാണിക്കണം. ഓക്കെ, നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിക്കാൻ നമുക്ക് അറിയാം, നമ്മുടെ സാധാ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്ലസ് തിയറാണ്. ഞാൻ ആദ്യം ഈ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. പ്ലസ് തിയർ എന്ന് പറയുമ്പോഴേ ഒരാളെ മാറ്റി വയ്ക്കുക, രണ്ടുപേരെ മാത്രം കൺസിഡർ ചെയ്യാം, എന്നിട്ട് മറ്റേ ആഡ് ചെയ്യാൻ പോവാ, പ്ലസ് ചെയ്യാൻ പോവാ. ഈ രണ്ട് വെക്ടേഴ്സ് എടുക്കുക, 1 മൈനസ് എക്സ് സ്ക്വയറും 2 മൈനസ് എക്സ് സ്ക്വയറും. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? നമുക്കറിയാം two vectors are linearly dependent if and only if one is a scalar multiple of the other. ഒന്ന് മറ്റൊന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോ ഡിപെൻഡന്റ് ആണെങ്കിൽ. ഇവിടെ ഒന്ന് മറ്റൊന്നിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയേ, ഇതിന് ഏതെങ്കിലും നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടോ? കിട്ടില്ലല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ S is equal to, ഞാൻ പേര് കൊടുക്കുന്നത് P1, P2 എന്നാണ് ഈ രണ്ട് അളവുണ്ട്. സോ S is equal to P1, P2 is linearly independent. ക്ലിയർ? ഇനി നോക്കൂ, ഞാൻ അടുത്ത വെക്ടർ എടുക്കുക, ഈ റിസൾട്ട് നോക്കിയേ, ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഉണ്ട് ആൻഡ് V is a vector in V that is not a linear combination of elements of S. ഞാൻ മറ്റൊരു വെക്ടർ x ക്യൂബ് എടുക്കുക. ചോദിക്കട്ടെ, ഈ x ക്യൂബിന് ഈ രണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ഇവിടെ പവർ 3 ആണ്, ഈ രണ്ട് വെക്ടേഴ്സിന്റെയും പവർ എത്രയാണ്? 2 ആണ്. സോ യു കനോട്ട് എക്സ്പ്രസ് എക്സ് ക്യൂബ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. അപ്പോൾ ഈ തിയറം പ്രകാരം ഞാൻ ഈ സെറ്റിനകത്തേക്ക് മൂന്നാമത്തെ വെക്ടർ കൂടെ ആഡ് ചെയ്താലും പ്ലസ് ചെയ്താലും അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. Therefore, by plus theorem, S is equal to P1, P2, P3 is also linearly independent. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി ചേർത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത തിയറം അടുത്ത വീഡിയോ പറയാം.